ഫ്രണ്ട്സ് HAL അതായത് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് അപ്രന്റീസ്ഷിപ്പ് പ്രോഗ്രാമിലേക്കാണ് വിളിച്ചത്. അപ്പോൾ നമുക്ക് HALലൊക്കെ നമുക്കൊരു എൻട്രി ലഭിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള അതിൻ്റെ സെലക്ഷൻ മെത്തേഡ് തുടങ്ങിയിട്ടുള്ള A to Z കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അപ്രന്റീസ്ഷിപ്പിൻ്റെ പ്രാധാന്യമൊക്കെ നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് അപ്രന്റീസ്ഷിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അത് മാത്രമല്ല HALലൊക്കെ പിന്നീട് റിക്രൂട്ട്മെൻ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്താണ് ആ ഒരു പ്രിഫറൻസ് ഒക്കെ ലഭിക്കും എന്നുള്ളതും അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ ഇവിടെ നിന്നാണ് അപ്രന്റീസ്ഷിപ്പ് ചെയ്തത്, അതുകൊണ്ട് നമുക്ക് അവിടുന്ന് എന്തെങ്കിലും റിക്രൂട്ട്മെൻറ്റ് ടെമ്പററിയോ ഒരു പെർമനൻറ്റ് വേക്കൻസി ഒക്കെ വരുന്ന സമയത്ത് നിശ്ചിതമായിട്ടുള്ള ഒരു മുൻഗണനയൊക്കെ നമുക്ക് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള നോട്ടിഫിക്കേഷൻ നോക്കാം. അതിന് മുമ്പ് നമ്മുടെ ചാനലൊന്നും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്കിതിൻ്റെ 2 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഒന്ന് നമുക്ക് ഗ്രാജുവേറ്റ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡിപ്ലോമ അപ്രന്റീസ്ഷിപ്പിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ വിളിച്ചിരിക്കുന്നത് ITI ട്രേഡ് ആയിട്ടുള്ള, അതായത് ITI പഠിച്ചവർക്കുള്ള അപ്രന്റീസ്ഷിപ്പാണ്. അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് ITIയുടെ കാര്യമാണ്. അപ്പം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, രണ്ടാമത്തെ നോട്ടിഫിക്കേഷൻ ആയിട്ടുള്ള ഗ്രാജുവേറ്റ് അതുപോലെ ഡിപ്ലോമ അപ്രന്റീസ്ഷിപ്പിൻ്റെ പറയും കേട്ടോ. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് സീക്ക് ചെയ്ത് കാണാവുന്നതാണ്. അപ്പോൾ ഇവിടെ ITIയുടെ ട്രേഡ് നമുക്ക് ഏതൊക്കെ വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പബ്ലിഷ് ചെയ്ത ഡേറ്റ് കൂടെ കാണാം, 6/5/2024. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ഏതൊക്കെ ട്രേഡിലാണ് വിളിച്ചിരിക്കുന്നത് വെച്ചാൽ ഇലക്ട്രോണിക് മെക്കാനിക്കൽ 55 വേക്കൻസി, ഫിറ്റർ 35 വേക്കൻസി, ഇലക്ട്രീഷ്യൻ 25 വേക്കൻസി, മെഷീനിസ്റ്റ് 8 വേക്കൻസി, ടേർണർ നിങ്ങൾക്ക് 6 വേക്കൻസി, ദെൻ വെൽഡർ നിങ്ങൾക്ക് 3 വേക്കൻസി, R&D നിങ്ങൾക്ക് 2 വേക്കൻസി, കോപ്പ 55 വേക്കൻസി ഉണ്ട്, ദെൻ പ്ലംബർ 2 വേക്കൻസി, പെയിൻറ്റർ 5 വേക്കൻസി, ഡീസൽ മെക്കാനിക്ക് 1 വേക്കൻസി, മോട്ടോർ വെഹിക്കിൾ മെക്കാനിക്ക് അതുപോലെ ഡ്രാഫ്റ്റ്മാൻ സിവിൽ മെക്കാനിക്കൽ, ഇതിൽ ഓരോരോ വേക്കൻസിയാണുള്ളത്. അങ്ങനെ 200 വേക്കൻസിയാണ് ആകെ മൊത്തം വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ നൽകാനുള്ള യോഗ്യത എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന അതത് ട്രേഡുകളിൽ നിങ്ങൾ ITI കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ITI കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. NCVT അപ്രൂവ്ഡ് ആയിരിക്കണം എന്നുള്ള കണ്ടീഷൻ മാത്രമാണ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ITI പാസ്സാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി എങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ, നിങ്ങൾ എലിജിബിൾ ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഇതിലേക്ക് വോക്ക് ഇൻ സെലക്ഷനാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നേരിട്ട് പങ്കെടുക്കണം. അപ്പം ഇത് എവിടെയാണെന്നുള്ളതിൻ്റെ വെന്യൂ ഒക്കെ ഞാൻ പറയാൻ പോകും. നിങ്ങൾക്ക് ഇവിടെ കാണാം ട്രേഡ് വൈസ് ആയിട്ടുള്ള ഡേറ്റ് കൊടുത്തിട്ടുണ്ട് വോക്ക് ഇൻ സെലക്ഷൻ്റെ. അപ്പം അത് നിങ്ങൾക്ക് ഇവിടെ കാണാം ഇലക്ട്രോണിക്സ് മെക്കാനിക്, ഡീസൽ മെക്കാനിക്, ഫിറ്റർ, പ്ലംബർ, പെയിൻറ്റർ ഇവർക്ക് 20/5/2024 റിപ്പോർട്ടിംഗ് ടൈം ഇവിടെ കൊടുത്തിട്ടുണ്ട് 9 അതുപോലെ 1 മണി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ റിപ്പോർട്ടിംഗ് ടൈം. അതുപോലെ കോപ്പ മോട്ടോർ വെഹിക്കിൾ മെക്കാനിക്ക് ഇതിൽ, അതുപോലെ തന്നെ ഇലക്ട്രീഷ്യൻ ഡ്രാഫ്റ്റ്മാൻ മെക്കാനിക്കൽ ഇതിൽ നിങ്ങൾക്ക് 21/5/2024 പിന്നെ നിങ്ങൾക്ക് മെഷീനിസ്റ്റ്, റെഫ്രിജറേഷൻ ആൻഡ് AC ആൻഡ് ടേർണർ അതുപോലെ തന്നെ ഡ്രാഫ്റ്റ്മാൻ സിവിൽ പിന്നെ വെൽഡർ ഇവർക്ക് 22/5/2024. അപ്പോൾ ഓരോന്നിൻ്റെയും നിങ്ങൾ നോക്കുക, അതിൻ്റെ നേരെയുള്ള ഡേറ്റിലാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഡേറ്റ് ടൈമും ഉണ്ടാവും അതിന്. നിങ്ങൾ ആ റിപ്പോർട്ടിംഗ് ടൈമിൽ നിങ്ങൾ അവിടെ എത്താണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇതാണ് വെന്യൂ. നിങ്ങൾക്ക് HAL ഹൈദരാബാദിലേക്കാണ് വിളിച്ചിരിക്കുന്നത്, അതിൻ്റെ ഏവിയോണിക്സ് ഡിവിഷനിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന വെന്യൂവിൽ പോകാൻ പറ്റുമെങ്കിൽ ഇവിടെ കാണാം ഓഡിറ്റോറിയം ബിഹൈൻഡ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആരുടെയും കൂടെ കാണാൻ പറ്റും. പിൻകോഡ് സഹിതം ഇതാണ് വെന്യൂ. ഈ വെന്യൂവിലാണ് നമ്മൾ എത്തേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പോയിട്ട് എന്താണ് ഈ പറയുന്ന വോക്ക് ഇൻ സെലക്ഷനിൽ പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം. യാതൊരുവിധ അപേക്ഷാ ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിന് മുൻപ് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ NAPS ഉണ്ടല്ലോ, NAPS ഉണ്ടല്ലോ, NAPS. നിങ്ങൾക്ക് ITI കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ NAPS ഫെമിലിയർ ആയിരിക്കും. അപ്പോൾ NAPSൽ നമ്മൾ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. നമ്മുടെ പ്രൊഫൈൽ 100% ആക്കണം. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇതിൽ നമ്മുടെ SLC സർട്ടിഫിക്കറ്റ്, ITIയുടെ എല്ലാ സെമസ്റ്ററിൻ്റെയും മാർക്ക് ഷീറ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ NAPSൽ അപ്ലോഡ് ചെയ്യണം. അത് മാത്രമല്ല ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, നമുക്ക് സ്റ്റൈപ്പൻ്റൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി അതിൻ്റെ KYC ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമ്മൾ അതെന്തെങ്കിലും ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. അത് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളിതിൽ പങ്കെടുക്കാൻ പോവുക. ഓക്കെ, അപ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്ക് വോക്ക് ഇൻ സെലക്ഷന് പോകുന്ന സമയത്ത് വേണ്ടത് വെച്ചാൽ, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ഒറിജിനൽ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് ഒറിജിനൽ ആധാർ കാർഡ്, SLC ബുക്ക്, അതുപോലെ ഈ പറയുന്ന IT മാർക്ക് ഷീറ്റ് എല്ലാ സെമസ്റ്ററിൻ്റെയും അതിൻ്റെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വെക്കുക. പിന്നെ നിങ്ങൾക്ക് ബർത്ത് സർട്ടിഫിക്കറ്റ് നമുക്ക് വേണ്ട, കാരണം SLC ബുക്കിൽ അത് പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ റിസർവേഷൻ, SC ST OBC റിസർവേഷനൊക്കെ കിട്ടണമെങ്കിൽ, നിങ്ങൾ PWD ഒക്കെ റിസർവേഷൻ കിട്ടണമെങ്കിൽ അതായത് സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. ഇനി എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ സബ്മിറ്റ് ചെയ്യണമെന്നുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട്. മുകളിൽ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ സർട്ടിഫിക്കറ്റിൻ്റെയും എന്ത് ചെയ്യുക, ഫോട്ടോ കോപ്പി എടുക്കുക, നമ്മളത് അവിടെ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മൾ NAPSൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലിങ്കൊക്കെ തരാം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു കോപ്പി എടുത്ത് നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫും നമ്മളെ കയ്യിലുണ്ടായിരിക്കണം അവിടെ സബ്മിറ്റ് ചെയ്യാൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നിങ്ങളിതിൽ സെലക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഇമെയിൽ വഴി അറിയിക്കും, അതുപോലെ വെബ്സൈറ്റിലും ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ മെയിൽ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം നിങ്ങൾ പ്രത്യേകമായിട്ടും. കാരണം ഇത്തരം ഹൈദരാബാദിലൊക്കെ പോയി ചെയ്യുന്നതുകൊണ്ട് ഇവിടെ ഒരു നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുടെ കോൺടാക്ട് ചെയ്യാൻ. അപ്പം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളിത് പോകുന്നതിൻ്റെ 1-2 ദിവസം മുൻപ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യണം. കാരണം എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ കൊണ്ട് അത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അറിഞ്ഞോളണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്രയും ദൂരമൊക്കെ പോയിട്ട് നമുക്ക് അതിൽ നമ്മൾ ലോക്ക് ആവരുത്. അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ കേട്ടോ. അപ്പോൾ നമുക്കൊരു നഷ്ടമാകരുത്. അപ്പോൾ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് തന്നെ
തന്നെ പോകാൻ പാടുള്ളൂ എന്നുള്ളത് നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു എന്തെങ്കിലും മാറ്റി വെച്ചാലൊക്കെ നമുക്ക് ആകെ നമ്മൾ ഇടങ്ങറാവും. ഓക്കെ, പിന്നെ നമ്മൾ അവിടെ താമസിച്ച് അങ്ങനെ നമുക്ക് ഒരുപാട് ചിലവുകളൊക്കെ വരും. അപ്പോൾ അതില്ലാതിരിക്കാനാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റാണ് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകുക. ഏജ് ലിമിറ്റ് പറഞ്ഞാൽ സാധാരണഗതിയിൽ 18 മിനിമം വരുന്നത്. ഓക്കെ, അപ്പം മാക്സിമം ഏജ് ലിമിറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പം ജസ്റ്റ് നിങ്ങൾ റീസെൻ്റ് ആയിട്ട് IT കഴിഞ്ഞ ഉദ്യോഗാർത്ഥികൾ, ഫ്രഷ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓൾറെഡി അപ്രന്റീഷിപ്പും കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് പങ്കെടുക്കാൻ പറ്റില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. ഇനി മാക്സിമം ഏജ് ലിമിറ്റ് സാധാരണ 27, 24 പറയാറ്. അത് ഓരോ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് എല്ലാ സമയത്തൊക്കെ മാറാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ റീസെൻ്റ് ആയിട്ട് അതായത് IT കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് നോക്കാവുന്നതാണ് കേട്ടോ. ഇനി അടുത്ത രണ്ടാമത്തെ നോട്ടിഫിക്കേഷനാണ് ഞാൻ പറയുന്നത്. നമുക്ക് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്, അതുപോലെ ഗ്രാജുവേറ്റും ജനറൽ സ്ട്രീം, അതുപോലെ ഡിപ്ലോമ, ഈ 3 കാറ്റഗറിയാണ് ഇതിൽ വിളിച്ചിരിക്കുന്നത്. നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന ഡേറ്റ് കൂടെ കാണാം നിങ്ങൾക്ക്. ഇതിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റിൻ്റെ ആ ഒരു വേക്കൻസിയാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഇലക്ട്രോണിക്സ് ഓർ കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിൽ 30, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ 15, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 10, സിവിൽ എഞ്ചിനീയറിംഗിൽ 2, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗിൽ നിങ്ങൾക്ക് 5 വേക്കൻസി, എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് 2 വേക്കൻസി, ആകെ മൊത്തം 64 വേക്കൻസി അതിൽ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് അപേക്ഷ നൽകാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അതത് ഡിസിപ്ലിനിൽ BE ഓർ BTech നിങ്ങൾക്ക് കഴിഞ്ഞവരാണെങ്കിൽ, ഇതുമായി ബന്ധപ്പെട്ട് BE ഓർ BTech കഴിഞ്ഞവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്ത ടെക്നീഷ്യൻ ആണ്, ഡിപ്ലോമ അപ്രന്റീസ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, സിവിലിൻ്റെ വേക്കൻസി കൂടെ കൊടുത്തിട്ടുണ്ട് നോക്കാം. കമ്പ്യൂട്ടർ സയൻസ്, അതുപോലെ കൊമേഴ്ഷ്യൽ ആൻഡ് കമ്പ്യൂട്ടർ പ്രാക്ടീസ്, ഫാർമസി, മെഡിക്കൽ ലാബ് ടെക്നീഷ്യൻ, ഈ പറഞ്ഞിരിക്കുന്ന ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 35 വേക്കൻസിയാണ് ടോട്ടൽ വിളിച്ചിരിക്കുന്നത്. ഇതിനടുത്ത് ജനറൽ സ്ട്രീം ഓർ ഗ്രാജുവേറ്റ് അപ്രന്റീഷിപ്പ് ആണ്. ഇതിൽ നിങ്ങൾക്ക് ജനറൽ സ്ട്രീമിൽ വരുന്നത് BCom കഴിഞ്ഞവർക്ക് ഇതിലേക്ക് 10 വേക്കൻസി ഉണ്ട്. ദെൻ BSc ഇലക്ട്രോണിക്സ് കഴിഞ്ഞവർക്ക് 10 വേക്കൻസി ഉണ്ട്. BSc കെമിസ്ട്രി കഴിഞ്ഞവർക്ക് 1 വേക്കൻസി. ദെൻ BSc കമ്പ്യൂട്ടർ കഴിഞ്ഞവർക്ക് 4 വേക്കൻസി. അങ്ങനെ ആകെ മൊത്തം 25 വേക്കൻസിയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം ഈ വേക്കൻസിയിലേക്ക് കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ എലിജിബിലിറ്റിയിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ മുകളിൽ പറഞ്ഞിരിക്കുന്ന അതത് ക്വാളിഫിക്കേഷൻ, അത് BE ഓർ BTech ഡിപ്ലോമയോ, ഇനി ഈ പറഞ്ഞിരിക്കുന്ന BCom BSc ഏതോ ആകട്ടെ, നിങ്ങൾ ആ കോഴ്സ് കഴിഞ്ഞിട്ട് 5 വർഷം ഇവിടെ ജോയിൻ ചെയ്യുന്ന, അതായത് HL നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്തേക്ക് 5 വർഷം കഴിയാൻ പാടില്ല എന്നുള്ള കണ്ടീഷനാണ്. അപ്പോൾ ആർക്കൊക്കെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വെച്ചാൽ 2020 കോഴ്സ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, 2021 കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, 2022 കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, 2023 കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, 2024 കഴിഞ്ഞവർക്കും ഇതിലേക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ 2019 കോഴ്സ് കഴിഞ്ഞവരാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അത് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ കോഴ്സ് കഴിഞ്ഞിട്ട് 5 വർഷം തികയാൻ പാടില്ല. അത് അപ്രന്റീഷിപ്പിൻ്റെ ഒരു ക്രൈറ്റീരിയ ആണ്, എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് അപ്രന്റീഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും നമ്മൾ വിചാരിച്ചാൽ ചെയ്യാവുന്ന ഒരു കാര്യമല്ല. നമ്മൾ കോഴ്സ് കഴിഞ്ഞ് ഉടനെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് അപ്രന്റീഷിപ്പ്. നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അപ്രന്റീഷിപ്പ് ചെയ്യാൻ എലിജിബിൾ അല്ല. അതോടൊപ്പം തന്നെ ഓൾറെഡി നമ്മൾ അപ്രന്റീഷിപ്പുമായി ബന്ധപ്പെട്ട് ട്രെയിനിങ് ഒക്കെ നേടിക്കഴിഞ്ഞവർക്കും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അത് നിങ്ങൾ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് അപ്രന്റീഷിപ്പ് ആണെങ്കിലും ഡിപ്ലോമ ആണെങ്കിലും അതുപോലെ തന്നെ ജനറൽ സ്ട്രീം ആണെങ്കിലും എല്ലാം ഈ 5 വർഷത്തിൻ്റെ ഉള്ളിലായിരിക്കണം നിങ്ങൾ ഈ കോഴ്സ് കഴിഞ്ഞിരിക്കേണ്ടതെന്നുള്ള പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അത് 2020 21 ഇനി 22 കോഴ്സ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം, 23 24 ഇതിലേതെങ്കിലും ആയിരിക്കണം, പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിലേക്ക് നമുക്ക് വാക്കിൻ സെലക്ഷൻ തന്നെയാണ്. ഡയറക്റ്റായിട്ട് അതിൻ്റെ വെന്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടെ കാണാം. അപ്പോൾ ഹൈദരാബാദിൽ നിങ്ങൾ ഈ പറയുന്ന ഏവിയോണിക് ഡിവിഷനിൽ നിങ്ങൾ പോയി നിങ്ങൾ അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോകാം. അപേക്ഷാ ഫീസോ കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് ആ പോകുന്ന ചിലവുണ്ടാവും എന്നുള്ളതാണ്. ദെൻ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആണെങ്കിൽ 23/5 ദെൻ ഡിപ്ലോമ ആണെങ്കിൽ 24/5, ദെൻ ഗ്രാജുവേറ്റ് ജനറൽ സ്ട്രീം ആണെങ്കിൽ 24. ഇങ്ങനെയാണ് ഇതിൻ്റെ ആ ഒരു റിപ്പോർട്ടിംഗ് ഡേറ്റ് എന്ന് പറയുന്നത്, വാക്കിൻ ഡേറ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് 9 AM റിപ്പോർട്ടിംഗ് ടൈം വരുന്നത്. ഓക്കെ, എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ കൊണ്ടുപോകണം? നമുക്ക് ഒറിജിനൽ എന്ന് വെച്ചാൽ ഇവിടെ ആധാർ കാർഡ്, SLC, ദെൻ ഡിഗ്രിയോ ഡിപ്ലോമ എല്ലാ സെമസ്റ്ററേയും മാർക്ക് ഷീറ്റ്, സർട്ടിഫിക്കറ്റ് എല്ലാം വേണം. ഒറിജിനൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് വേണം. റിസർവേഷനൊക്കെ കിട്ടണമെങ്കിൽ കാസ്റ്റ് കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ PWD സർട്ടിഫിക്കറ്റ് സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കി വേണം. അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ് എന്തൊക്കെ സബ്മിറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ മുകളിൽ പറഞ്ഞ എല്ലാത്തിൻ്റെയും ഫോട്ടോസ്റ്റാറ്റ് നമ്മുടെ കയ്യിൽ വേണം. അതൊക്കെ അവിടെ നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അതുപോലെ 2 പാസ്പോർട്ട്സ് ഫോട്ടോഗ്രാഫും വേണം. ഓക്കെ, അപ്പോൾ പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളിതിലേക്ക് സെലക്ട് ആയി കഴിഞ്ഞാൽ ഇമെയിലായിട്ട് നിങ്ങളെ കോൺടാക്ട് ചെയ്യും എന്നുള്ളതും നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. ഇവിടെ ഒരു നമ്പർ ഉണ്ട്, ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ പോകാൻ പാടുള്ളൂ. ഞാൻ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇത്രയും ദൂരം പോകുന്നത് കൊണ്ടാണ്. അപ്പം 2 ദിവസം മുൻപ് നിങ്ങൾ പോകുന്നതിന് 1 ദിവസം മുൻപൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇങ്ങനെ ഈ പറയുന്ന അപ്രന്റീഷിപ്പ് വാക്കിൻ സെലക്ഷൻ അവിടെ നടക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. കാരണം എന്തെങ്കിലും ടെക്നിക്കൽ ഇഷ്യൂ കൊണ്ട് മാറ്റി വെച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് തരും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് വരും. ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, അത്
ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതാ താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ അതാ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് ഇതാ നോട്ടിഫിക്കേഷൻ ലിങ്ക് 1 ലിങ്ക് 2 നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അതായത് ഓരോരോ 2 നോട്ടിഫിക്കേഷൻ ആണല്ലോ. നാപ്സിൽ IT കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് എന്താണ് ഈ പറയുന്ന നാപ്സിൽ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്കാണത്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ടെലഗ്രാം ഗ്രൂപ്പ്, വാട്സപ്പ് ഗ്രൂപ്പ്, പിന്നെ സ്റ്റഡി മെറ്റീരിയൽസ് അങ്ങനെയുള്ള കുറച്ച് ലിങ്കുകളുണ്ട്, ആണെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ട് പറയാനുള്ളത്. പിന്നെ എനിക്ക് ഇപ്പോൾ ഗ്രാജുവേറ്റ് അതുപോലെ ഡിപ്ലോമ അപ്രൻറ്റീഷിപ്പ് കഴിഞ്ഞ BTech അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ അവർ നാറ്റ്സിൽ NITS ഒന്ന് രജിസ്റ്റർ ചെയ്തിടാം. അത് നിങ്ങൾക്ക് അപ്രൻറ്റീഷിപ്പ് ചെയ്യാൻ പിന്നീട് എളുപ്പമായിരിക്കും. കാരണം നമ്മൾ അപ്രൻറ്റീഷിപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു എന്താണ് നമ്മൾ നാറ്റ്സ് അല്ലെങ്കിൽ നാപ്സിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുക. IT കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ നാപ്സ് ആണ്, NAPSലാണ്. ദെൻ BTech അല്ലെങ്കിൽ ഡിപ്ലോമ അതുപോലെ ഗ്രാജുവേറ്റ് ഒക്കെ ഉള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ അവർ ഈ പറയുന്ന നാറ്റ്സ് NATSലാണ് രജിസ്റ്റർ ചെയ്യേണ്ടി വരിക. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇതിലേക്ക് സ്റ്റൈപ്പൻഡ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് നിശ്ചിതമായിട്ടുള്ള ഒരു സ്റ്റൈപ്പൻഡ് ഉണ്ടായിരിക്കും. നമുക്ക് IT കഴിഞ്ഞ ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഏകദേശം നിയർ ആയിട്ട് 10,000 അടുത്തായിരിക്കും. ദെൻ നമുക്ക് ഗ്രാജുവേറ്റ് ഒക്കെ ആണെങ്കിൽ ഏകദേശം ഒരു 10,000 അല്ലെങ്കിൽ അതിൻ്റെ കുറച്ചൊരു മുകളിലൊക്കെ ആയിട്ട് നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, ഏകദേശം ഒരു റേറ്റാണ് ഞാൻ പറയുന്നത്, അത് വേരി ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.